ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനു മുൻപ് തന്നെ നേതാക്കൾ ഇക്കാര്യം പറഞ്ഞു, ഞങ്ങൾ വോട്ട് വേണ്ട എന്ന് പറയില്ലെന്ന്. അതിപ്പോൾ CPM ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? CPM ഇതിനു മുമ്പ് SDPയുടെ വോട്ടുകൾ വാങ്ങിയിട്ടില്ലേ? ഇപ്പോഴും ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് തന്നെ ഭരണത്തിൽ പങ്കാളികളാകുന്നില്ലേ? ഒരു വശത്ത് പറയും ഞങ്ങൾക്ക് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല എന്ന്, പക്ഷെ കാര്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെയല്ല കേരളത്തിൽ കാണുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ പക്ഷെ അങ്ങനെയല്ല മഞ്ജുഷേ കണ്ടിട്ടുള്ളത് ഇതുവരെ. ഇപ്പം ഈ 21-ാം നൂറ്റാണ്ടാണല്ലോ. ഈ നൂറ്റാണ്ടിൽ LDF ആദ്യം അധികാരത്തിൽ വരുന്നത് 2006-ലാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ SDPIയും ഇല്ല, PFIയും ഇല്ല. അന്ന് ഇതിൻ്റെ പ്രാഗ്രൂപം NDF ആണ്. ഓർക്കുന്നുണ്ടാവുമല്ലോ. NDF പരസ്യമായിട്ടാണ് പിന്തുണ പ്രഖ്യാപിച്ചത് UDFന് 2006-ലെ തെരഞ്ഞെടുപ്പിൽ. എന്താണ് സംഭവിച്ചത്? 98 സീറ്റ് നേടി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. പിന്നീട് 2011-ൽ പിന്തുണ UDFന്, 2016-ൽ പിന്തുണ UDFന്, 2021-ൽ പിന്തുണ UDFന്. നിയമസഭയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ മറിച്ച് ലോക്സഭയ്ക്കാണെങ്കിൽ ഏത് ഇലക്ഷനും നോക്കിക്കോളൂ, അതിലെല്ലാം പിന്നെ UDFനാണ് ഇവരുടെ പിന്തുണ വന്നിട്ടുള്ളത്. എന്താണ് കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? 2014-ൽ ഒരു സംഭവം നടന്നിരുന്നു. മലപ്പുറത്ത് അഹമ്മദ് മത്സരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ട്, ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടിരിക്കെ തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ച പിന്നെ ഇവരുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അറിയാമല്ലോ. നസറുദ്ദീൻ എളമരം, ജനറൽ സെക്രട്ടറിയാണ് PFIയുടെ. ഏറ്റവും പരമോന്നത നേതാവാണ്. 50,000-ഓളം വോട്ടാണ് നസറുദ്ദീൻ എളമരം നേടിയത് ആ തെരഞ്ഞെടുപ്പിൽ. 47,800. അത് ഇരുത്തി ചിന്തിപ്പിച്ചു. പിന്നെ ഈ UDF ഏതാ 47,853 വോട്ടുകൾ നേടി. ശരിയാണ്, 50,000-ത്തിന് അടുത്ത് വോട്ടുകൾ നേടി. അതെ ഞാൻ പറഞ്ഞ 50,000-ഓളം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് അത് ഇരുത്തി ചിന്തിപ്പിച്ചു. 2019 അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ് പിന്നീട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കൊണ്ടോട്ടി മീറ്റിംഗ് നടക്കുന്നത്. കൊണ്ടോട്ടി മീറ്റിംഗിൽ ആരൊക്കെയായിരുന്നു അറിയാമല്ലോ എല്ലാവർക്കും. ET ഉണ്ടായിരുന്നു, മുനീർ അടക്കമുള്ളവരുണ്ടായിരുന്നു, ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ച നടത്തിയിട്ടുള്ള കൊണ്ടോട്ടി മീറ്റിംഗ് നടത്തി. അതെ, ഇതൊക്കെ ഈ കേരളത്തിലാണ് നടന്നത്. ഇപ്പൊ ഇന്നലെ ഇതിന്റെ PFIയുടെ ചെയർമാൻ അദ്ദേഹം ഇന്നലെ എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വെർഷൻ എന്തായിരുന്നത് കേട്ടോ? ഇപ്പൊ ഇങ്ങനെ വരുന്നതിന് ഇപ്പോ UDFന് പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് അദ്ദേഹം കണ്ടെത്തിയ ന്യായം കേട്ടില്ലേ? 2020-ൽ നടന്ന CAA സമരത്തിൽ കേസ് എടുത്ത കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ തെറ്റായ നിലപാട്. എന്നിട്ടാണ് കുറച്ചു മുമ്പ് ശ്രീകുമാർ പറഞ്ഞ 2021-ൽ പിന്തുണ പിന്നെ LDFനായിരുന്നു എന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ചെയർമാൻ കണ്ടുപിടിച്ച കാര്യം ഇതാണ്. 2020-ലെ CAA സംബന്ധിച്ച് അന്നും അവര് UDFനൊപ്പമായിരുന്നു. 2021-ൽ SDPയുടെ പിന്തുണ നേമത്ത് ആർക്കായിരുന്നു? അല്ല, ഞാൻ ഈ ഒറ്റതിരിഞ്ഞ സംഭവങ്ങൾ SDPയുടെ കൂടി പിന്തുണയിലാണ് നേമത്ത്. അന്ന് SDPയുടെ നിലപാട് BJPയെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. BJPയെ തോൽപ്പിക്കാൻ ആർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അല്ല, ഞാൻ പറയട്ടെ. ഇപ്പോ അല്ല, ഇന്നിപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവ് തിരുവല്ലയിലെ നഗരസഭയിലെ SDPA കൗൺസിലർ ആർക്കാണ് പിന്തുണ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ തിരുവല്ലയിലെ LDF SDPAയിട്ട് ഒന്നിച്ചാണ് മത്സരിച്ചത്. പിന്നെ ഈ പഞ്ചായത്ത് ഇതാർക്കും അറിയാത്തത് പറഞ്ഞത്. അല്ല, ഒരുമിച്ച് മത്സരിച്ചു എന്നല്ല, പിന്നീട് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഭരണത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് കോട്ടാക്കൽ എന്നുള്ള പഞ്ചായത്തിൽ തന്നെയാണ്. അല്ല, അതന്നെ, അത് രാഷ്ട്രീയത്തിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിൽ അങ്ങനെ അത് പ്രത്യേകമായി അതത് സ്ഥാപനങ്ങളിൽ അവരവരെടുക്കുന്ന നിലയാണ്. അതെ, അത് തന്നെയാണ് ധാരണ എന്ന് പറയുന്നത്. ഒരു വശത്ത് കൂടി ഭീകര സംഘടനയാണെന്ന് പറയും, മറുവശത്ത് കൂടി ധാരണയോ സഖ്യമോ നീക്കുപോക്കോ ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ഒന്നുകിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ